VIP ലോഞ്ച്, 500-ലധികം പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഹാൾ, വിശാലമായ ആംഫി തിയേറ്റർ, 200-ലധികം വണ്ടികൾക്കുള്ള പാർക്കിംഗ് ഏരിയ, 300-ഓളം സീറ്റുകളുള്ള റോയൽ ഗസിബോ, 7 ലക്ഷറി സ്യൂട്ട് റൂംസും. Contact now for booking. വിളയൂർ പഞ്ചായത്തിലേക്ക് 6ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിലെ നീലടി സുധാകരൻ പ്രസിഡന്റ് പദവിയിലേക്ക്. തിരഞ്ഞെടുപ്പിൽ UDF ജയിച്ചാൽ നീലടി സുധാകരൻ പ്രസിഡന്റ് ആകുമെന്ന് നേരത്തെ തന്നെ മുന്നണി വ്യക്തമാക്കിയിരുന്നു. വിളയൂർ പഞ്ചായത്തിൽ ഇത്തവണ UDFന് ഭരണം ലഭിച്ചാൽ കോൺഗ്രസിലെ നീലടി സുധാകരൻ പ്രസിഡന്റ് ആകുമെന്ന് UDF തിരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. അത് സംഭവിക്കുവാൻ പോകുകയാണ്. പഞ്ചായത്തിൽ ചരിത്രം സൃഷ്ടിച്ച് UDF അധികാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 17 വാർഡുകളിൽ 14 വാർഡുകളിലും വിജയം നേടിയാണ് 45 വർഷത്തെ LDF ഭരണത്തിന് വിരാമമിട്ട് UDF അധികാരത്തിലെത്തിയിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ആരാകുമെന്നതിന് ഒറ്റ ഉത്തരമേ വിളയൂരിലുള്ളൂ. അത് നീലടി സുധാകരൻ മാത്രം. 25 വർഷമായി പഞ്ചായത്ത് അംഗമാണ് നീലടി സുധാകരൻ. ഒരു തവണ സ്ഥിരസമിതി അധ്യക്ഷനായിരുന്നു. തന്റെ 6ാമത്തെ തിരഞ്ഞെടുപ്പ് മറ്റൊരു ചരിത്രം കൂടി കുറിക്കുകയാണ് നീലടി സുധാകരൻ. 2000-2001 കാലഘട്ടത്തിലാണ് നമ്മൾ മത്സര രംഗത്തേക്ക് വരുന്നത്. മുമ്പ് നമ്മൾ പൊതുരംഗത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു, സജീവമായിട്ട് എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു. അന്ന് CP മുഹമ്മദ് അവരൊക്കെ മെമ്പറായിരുന്ന കാലത്ത് ഒരു മാറിയ ശേഷമുള്ള ബോർഡിലാണ് KK അടക്കമുള്ള ബോർഡ്, തിരുമേനി അടക്കമുള്ള ബോർഡ് മാറിയ ശേഷമുള്ള ബോർഡിലാണ്. പിന്നീട് 5 തവണ ആയിട്ട് ഇവിടുത്തെ മെമ്പറായി. ഇതിപ്പോ 6ാമത്തെ തവണയാണ് മെമ്പറാകുന്നത്. മുമ്പ് ആദ്യത്തെ തവണ വെച്ചൊരു 5ാം വാർഡിലായിരുന്നു. അപ്പോൾ കരിങ്ങനാട്, ഓലാഞ്ചേരി, കളപ്പാറ പ്രദേശങ്ങളൊക്കെ ഉള്ള ഒരു വലിയ വാർഡായിരുന്നു. അന്ന് 9 വാർഡാണ് പഞ്ചായത്തിലുണ്ടായിരുന്നത്. പിന്നീട് 11 വാർഡുകളായി മാറിയപ്പോൾ ഞാൻ ഓലാഞ്ചേരി വാർഡിലായിരുന്നു വെച്ചത്. പിന്നീട് 13 വാർഡുകളായി മാറി. 13 വാർഡുകളായി മാറിയപ്പോൾ കരിങ്ങനാട് കൊണ്ടിന്റെ ഒരു ഭാഗം, അതുപോലെ ഓലാഞ്ചേരി, കരിങ്ങനാട് ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുന്നു. പിന്നെ നെമ്മിരിക്കുളം, ഓലാഞ്ചേരി മാത്രമായിട്ടുള്ളൊരു വാർഡില്, പിന്നീട് കരിങ്ങനാടുള്ള വാർഡ്, കൊഴിഞ്ഞിപ്പറമ്പ് വാർഡിലും അതിന്റെ ഇടയിൽ ഒരു തവണ കൊഴിഞ്ഞിപ്പറമ്പ് വാർഡില് കഴിഞ്ഞ ടൈമില്. ഇത്തവണത്തെ ഭരണം എന്തായാലും UDF പിടിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. എനിക്ക് എന്തായാലും എന്റേതായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ നമ്മുടെ പ്രവർത്തകരോടും നമ്മുടെ ആളുകളോടൊക്കെ പറഞ്ഞു, നമ്മുടെ ആളുകളോട് എന്നുള്ളത് വെച്ചാൽ മുന്നണി UDFന്റെ ആളുകളെല്ലാം മാറ്റി എല്ലാവരും പബ്ലിക്കായിട്ട് നമ്മളോട് ഇടപെടുന്ന ഒട്ടനവധി ആളുകൾ 10-25 വർഷമായിട്ട് വിളയൂരിലെ പൊതുരംഗത്ത് ഉണ്ടാവുന്നതുകൊണ്ട് വിവിധ മേഖലകളിലെ ആളുകൾക്കൊക്കെ ഒരു അത്യാവശ്യം നല്ല ഒരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കും നമ്മളെ കാഴ്ചപ്പാടുകൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇത്തവണ നമ്മൾ ഭരണം പിടിക്കും. 2000-ലാണ് ആദ്യമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നീലടി സുധാകരൻ മത്സരിക്കുന്നത്. വിജയത്തോടെ തുടങ്ങിയ ആ യാത്ര പ്രസിഡന്റ് പദവിയിലേക്കുള്ള പ്രയാണത്തിൽ എത്തി നിൽക്കുകയാണ്. 16 വർഷമായി DCC അംഗമായി പ്രവർത്തിച്ചു വരുന്നു. ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ്. ഏത് പ്രശ്നങ്ങൾക്കും നാട്ടിൽ മുൻനിരയിലുണ്ടാകും. പ്രളയകാലത്തും കോവിഡ് കാലത്തുമെല്ലാം നാട്ടുകാർക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞ വേളകൾ ഒരിക്കലും മറക്കാൻ കഴിയാത്തത് കൂടിയാണെന്നും നീലടി സുധാകരൻ പറയുന്നു. നിലവിലുള്ള പഞ്ചായത്തിന്റെ പ്രവർത്തന രീതിയിൽ ഒട്ടനവധി മാറ്റങ്ങൾ വേണ്ടുന്നതാണ്. പിന്നെ രണ്ടാമത് യുവജന മേഖലകളിലേക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനം ഇതുവരെ എത്തിയിട്ടില്ല. പിന്നെ അടിസ്ഥാനപരമായിട്ടുള്ള കുറേ വിഷയങ്ങളിൽ അതില് വേണ്ടത്ര ശ്രദ്ധ പുലർത്താത്ത ഒരു സമീപനമായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിലൊക്കെ നമ്മുടേതായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്ന് നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നുണ്ട്. അത് UDFന്റെ നേതൃത്വമായി ആലോചിച്ചിട്ടും പൊതുജനങ്ങളുടേതായ കുറെ കാഴ്ചപ്പാടുകളും അവരുടെ നിർദ്ദേശങ്ങളും ഒക്കെ സ്വരൂപിച്ചുകൊണ്ട് പോകണം എന്നാണ് നമ്മളൊക്കെ മനസ്സിലുള്ളത്. പഞ്ചായത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാനുണ്ട്. യുവജനങ്ങളെ പരിഗണിച്ചുള്ള പദ്ധതികളും തയ്യാറാക്കും. നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ മുന്നണിയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും നീലടി സുധാകരൻ വ്യക്തമാക്കി.